ഈശ്വരസിംഹാരത്തിലെ സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, ഇന്ന് വിവാഹമെന്ന കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മാത്യു, ശില്പ, അവരുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബന്ധുമിത്രങ്ങളെ, സ്നേഹമുള്ള കുഞ്ഞു കൂട്ടുകാരെ, ആദ്യമേ തന്നെ മാത്യൂസ് എന്ന് വിളിച്ച് പരിചയമില്ല, മത്തായി എന്ന് മാത്രമേ വിളിച്ചു പരിചയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എങ്കിലും അഥവാ പ്രസംഗത്തിന്റെ സമയത്ത് മത്തായി എന്ന് വന്നാൽ നിങ്ങൾ ആരും ആശ്ചര്യപ്പെടരുത്, ഒന്നും തോന്നരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രീകരപരെ ആദ്യമേ തന്നെ മാത്യൂസിനെയും ശില്പയെയും കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുവാൻ കാണിച്ച ഈ ധൈര്യത്തിന് ആത്മാർത്ഥമായിട്ട് വൈദിക സമൂഹത്തിന്റെ പേരിൽ, സഭയുടെ പേരിൽ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. ദൈവം നിങ്ങളുടെ വരുന്ന ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ അനിയൻ വീട്ടുമുറ്റത്ത് പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു ചക്രം, ഒരു വണ്ടി ഉരുട്ടിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അനിയൻ പല്ല് തേച്ചുകൊണ്ടിരുന്ന അനിയൻ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് ആ വണ്ടി വേണം. സ്വാഭാവികമായിട്ടും ചേട്ടൻ 1 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ ചേട്ടനും അനിയനും തമ്മിൽ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, പറ്റിയല്ല. സ്വാഭാവികമായിട്ടും അനിയൻ 2ാമത്തെ അടവ് പ്രയോഗിച്ചു. പല്ല് തേച്ച് കഴിഞ്ഞപ്പോൾ വാ കഴുകുന്നതിന് മുമ്പ് പുള്ളി 2ാമത്തെ അടവ് കരയാൻ തുടങ്ങി. എനിക്ക് വണ്ടി വേണം, ഇല്ല കരച്ചിൽ നിർത്തില്ല. അപ്പോഴാണ് ചേട്ടന്റെ ശ്രദ്ധ എങ്ങോട്ട് പോയത്? ആട്ടിൻകൂട്ടിലേക്ക് പോയത്. ആട്ടിൻകൂട്ടിൽ അമ്മ എന്ത് ചെയ്യുകയായിരുന്നു? രാവിലെ ആടിനെ കറക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു, നീ അമ്മ ഇപ്പൊ ആടിനെ കറക്കുന്നുണ്ട്, 1 കവള് പാല്, പച്ചപ്പാല് കുടിച്ചാൽ നിനക്ക് എന്ത് തരാം? ഈ വണ്ടി തരാം. അനിയനെ സംബന്ധിച്ച് വണ്ടി കെട്ടുക എന്നുള്ളതാണ് പ്രധാനം. അവൻ യാതൊരു മടിയും കൂടാതെ അമ്മയുടെ മുന്നിൽ വന്ന് പറഞ്ഞു, അമ്മേ, ആ കപ്പിന്റെ പാല് ഞാൻ അടുക്കളയിൽ കൊണ്ട് വെച്ചോളാം. സാധാരണ നാട്ടുപുറത്തൊരു ചൊല്ലുണ്ട്, പിള്ള മനസ്സിൽ കള്ളമില്ല. അതുകൊണ്ട് പാവ അമ്മ സ്വന്തം മകനെ വിശ്വസിച്ച് എന്ത് കൊടുത്തു? ഈ കപ്പ്, പാല് നിറഞ്ഞ ഈ കപ്പ് കൊടുത്തു. കൊച്ചു പോകുന്ന വഴിയിൽ 1 കവള് പാല് കുടിച്ചു കഴിയുമ്പോൾ പച്ച പാല് കുടിച്ചു കഴിയുമ്പോൾ കീറിയുടെ എവിടെ എന്തുണ്ടാവും? പാലിന്റെ അടയാളം ഉണ്ടാവുമല്ലോ, പാലിന്റെ അംശം ഉണ്ടാവും. ഈ അംശം കൂത്തുകളയാതെ ചേട്ടന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ പറഞ്ഞ പോലെ ഞാൻ പച്ചപ്പാല് കുടിച്ചിട്ടുണ്ട്, എനിക്കെന്ത് വേണം? എനിക്കെന്ത് വേണം? വണ്ടി വേണം. മിശിഹായെ കൊച്ചു പാല് കുടിച്ച കാര്യമോ അല്ലെങ്കിൽ വണ്ടി കിട്ടിയ കാര്യമോ അല്ല പറയാൻ, മറിച്ച് സൃഷ്ടിയുടെ ആരംഭം മുതലേ മനുഷ്യൻ ആഗ്രഹിച്ചതിനെ സ്വന്തമാക്കാൻ, ഇച്ഛിച്ചതിനെ സ്വന്തമാക്കാനുള്ള ഒരു പ്രവണത മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടതിനെ സ്വന്തമാക്കാനുള്ള ഒരു പ്രവണത ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. മാത്യൂസ്, ശില്പ, ഇന്ന് നിങ്ങൾ ഈ വിവാഹത്തിലൂടെ രണ്ടുപേരും ഇഷ്ടപ്പെട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്, അല്ലേ? ഉറപ്പല്ലേ? കുറച്ച് ചോദിക്കും, സഭയുടെ അടിസ്ഥാനത്തിൽ വൈദികൻ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാണ് ഇന്ന് ഈ വിവാഹ കൂദാശയിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, ഇഷ്ടത്തിൽ ആരംഭിച്ച് സ്നേഹത്തിൽ അവസാനിക്കുന്നതാണ് കുടുംബജീവിതം. ഇഷ്ടത്തിൽ ആരംഭിച്ച് സ്നേഹത്തിൽ അവസാനിക്കുന്നതാണ് കുടുംബജീവിതം. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട, 2 പേരിലും കണ്ട് ഇഷ്ടപ്പെട്ട പലതരത്തിലുള്ള ഗുണങ്ങളുടെയും അല്ലെങ്കിൽ പലതരത്തിലുള്ള അഭിവൃദ്ധികളുടെയും പേരിലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഇന്ന് വിവാഹം എന്ന ജീവിത യാഥാർത്ഥ്യത്തിലേക്ക്, ഉദാശയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത്. ഇപ്പം നിങ്ങളൊന്ന് ഇത് കഴിഞ്ഞു, എത്രയോ പേര് ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ 2 പേരും മാത്രമേ എവിടെയുള്ളൂ? നിങ്ങളുടെ ജീവിതത്തിലുള്ളൂ. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് ഈ ദേവാലയം വിട്ട് ഇറങ്ങുമ്പോൾ മുതൽ നിങ്ങൾ പ്രവേശിക്കുകയാണ്. ഇഷ്ടത്തിൽ ആരംഭിച്ച് അവിടെ തുടങ്ങണം, സ്നേഹത്തിൽ ആരംഭിക്കണം, സ്നേഹത്തിൽ അവസാനിക്കണം. അതാണ് കുടുംബജീവിതം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷവുമായി ബന്ധപ്പെട്ട ചെറിയൊരു ചിന്ത കൂടി പങ്കുവെച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാനായിലെ കല്യാണ വിരുന്ന് ഒരുപക്ഷെ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സുവിശേഷ ഭാഗമാണ്. ഈ കാര്യം ഞാൻ ഇടവകയിലായിരുന്നപ്പോൾ ഒരു ഫൊറോനിലെ മത അധ്യാപകർക്ക് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുവിശേഷ ഭാഗം ഇതാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഒരു സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ എന്നോട് പറയാം, അച്ഛൻ്റെ ഇത് നല്ല താല്പര്യമല്ലേ, ഇങ്ങനെ കാണിച്ചു. പുള്ളി എക്സാക്ട്ലി ഇങ്ങനെ കാണിച്ചു. അവിടെ ഇരുന്ന്
അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, അച്ഛൻ ഇതിനോട് താല്പര്യം, വിശുകാരി പറയുന്നത് അച്ഛൻ ഇതിനോട് താല്പര്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് എന്താണ് നമ്മൾ ഇന്ന് സുവിശേഷം ഈ വായിച്ചു കേട്ട സുവിശേഷത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി സുവിശേഷത്തെ മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കാം. യഹൂദ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെയൊക്കെ വീട്ടിൽ കല്യാണം ഇന്നും കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ രണ്ടുപേരുടെ വീട്ടിലെ കല്യാണ ആഘോഷം ഇന്ന് വൈകുന്നേരം വല്ല നാളെ കൊണ്ട് അവസാനിക്കും. പക്ഷേ യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് അവരുടെ വിവാഹം നീണ്ടു നിൽക്കുന്നത് 3 മുതൽ 5 ദിവസം വരെയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുക. അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന വിവാഹത്തിന് വേണ്ട വീഞ്ഞ് ഉണ്ടാക്കി വെക്കുക, സംഭരിക്കുക എന്നുള്ളത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ്. യഹൂദ നിയമം അനുസരിച്ച് ഒരു പെൺകുട്ടിയെ 15ാമത്തെ വയസ്സിലാണ് അവളെ വിവാഹം കഴിക്കുക. അപ്പോൾ അവളുടെ ആദ്യത്തെ ബർത്ത്ഡേക്ക്, ആദ്യത്തെ ജന്മദിനത്തിൽ ഇട്ടുവെക്കുന്നതാണ് ഏറ്റവും വീര്യം കൂടിയ വീര്യം. അതാണ് വീര്യം കൂടിയ വീര്യം എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുക. അപ്പോൾ ഈ 3 ദിവസം മുതൽ 7 ദിവസം വരെ വരുന്ന എല്ലാവർക്കും എല്ലാ ദിവസവും, അതുകൊണ്ടാണ് നമ്മുടെ സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, വിവാഹ വസ്ത്രം ധരിക്കാതെ ക്ഷണക്കത്തില്ലാത്ത വരുന്നവനെ വിവാഹ വിരുന്നിന്റെ പുറത്തേക്ക് വലിച്ചെറിയുന്നത്. എല്ലാ ദിവസവും ക്ഷണക്കത്ത് കാണിക്കുക, ഭക്ഷണം കഴിക്കുക, തിരിച്ചു പോവുക. അടുത്ത ദിവസം വരിക, ക്ഷണക്കത്ത് കാണിക്കുക, ഭക്ഷണം കഴിക്കുക, തിരിച്ചു പോവുക. ഈ ഒരു പ്രവണത യഹൂദ സമുദായത്തിലുണ്ടായിരുന്നു. പക്ഷേ അതായിരുന്നു ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. സാധാരണഗതിയിൽ ദൈവശാസ്ത്ര പണ്ഡിതന്മാര് പരിശുദ്ധ അമ്മ ഈ കുടുംബത്തെ രക്ഷിച്ചു എന്നാണ് സാധാരണ പറയുക. പക്ഷെ എനിക്ക് തോന്നുന്നു പരിശുദ്ധ അമ്മ ഒരു കുടുംബത്തെ രക്ഷിച്ചു എന്നതിൽ അപ്പുറത്ത് പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയെ രക്ഷിച്ചു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് കാരണം ഇതാണ്. വിവാഹ വേളയിൽ, വിവാഹത്തിന്റെ ദിവസം വീഞ്ഞ് തീർന്നു പോയാൽ യഹൂദ സമൂഹം ചിന്തിച്ചിരുന്നത് അത് കുടുംബത്തിലേക്ക് കയറി വരുന്ന പെൺകുട്ടിയുടെ ശാപമാണ്. കുടുംബത്തിലേക്ക് കയറി വരുന്ന പെൺകുട്ടിയുടെ ശാപമാണ്. അതുകൊണ്ടാണ് യഹൂദര് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, നീ എന്നെ ഒരു സ്ത്രീയോ പന്നിയോ ആയിട്ട് സൃഷ്ടിച്ചില്ല, അതിന് ഞാൻ നിനക്ക് നന്ദി പറയും. കാരണം സ്ത്രീ അത്രയും യഹൂദ സമുദായത്തിൽ അത്രയും മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയായിരുന്നു. അപ്പോൾ വീഞ്ഞു തീർന്നു പോയാൽ ആരുടെ കുറ്റമാണ്? വീട്ടിൽ അമ്മച്ചിമാർക്ക് എന്ത് താല്പര്യം നോക്കി, വീട്ടിലേക്ക് കയറി വരുന്ന സ്ത്രീയുടെ, പെൺകുട്ടിയുടെ കുറ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സുവിശേഷ ഭാഗം എന്നെ സംബന്ധിച്ച് പരിശുദ്ധ അമ്മ ഒരു കുടുംബത്തെ അനുഗ്രഹിച്ചു എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ അതിലുമപ്പുറത്ത് പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയെ രക്ഷിച്ചു എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. വിശുദ്ധ സ്നേഹമുള്ള മാത്യൂസ് ശില്പ, ഇന്ന് നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയിലേക്ക്, ഈശോയുടെ കൃപകൾ സ്വീകരിക്കുവാൻ, വിവാഹ ജീവിതത്തിന്റെ കൃപകൾ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം ഈ ബലിയുടെ വിധിയാൽ കർത്താവ് നൽകട്ടെ. അതോടൊപ്പം തന്നെ സാധാരണ വിവാഹത്തിന്റെ ദിവസം പള്ളിയിരുന്ന് ചെറുക്കനെയും പെണ്ണിനെയാണ് ഉപദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് മാതാപിതാക്കളോട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സാധാരണഗതിയിൽ ചെറുക്കൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ നമ്മുടെ നാട്ടിൽ എന്ത് പറയും? പറയൂ, നിങ്ങൾ സ്ത്രീകൾ കുറെ പേര് നല്ല പിടിച്ചു പരിചയമുണ്ടല്ലോ, പറയൂ. മരുമകൾ. ഇനി വീട്ടിലേക്ക് കയറി വരുന്ന പെണ്ണിനെ, ചെറുക്കന്റെ അമ്മേനെ എന്ത് വിളിക്കും? അമ്മായി, അമ്മായിമ്മ. ഇത് നിങ്ങൾ പിടിച്ച് ശീലിച്ചവർ, കേട്ട് ശീലിച്ചവർ എനിക്ക് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മളെല്ലാം നാട്ടിൽ കേട്ടിട്ടുണ്ട്, ഇവളെനിക്ക് ആരെ പോലെയാണ്? മകളെ പോലെയാണ്. ഇപ്പറേ അമ്മ എനിക്ക് അമ്മയെ പോലെയാണ്. ഈ പോലെയാണ് കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും കാരണം. എന്ന് കുടുംബത്തിലേക്ക് കയറി വരുന്ന പെണ്ണ് എനിക്ക് മകളായിട്ട് മാറുന്നുവോ, അവിടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. എന്ന് ഞാൻ ചേർച്ചെന്ന കുടുംബത്തിലെ അമ്മ എനിക്ക് അമ്മയായിട്ട് മാറുന്നുവോ, അന്ന് എനിക്ക് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. കയറി വരുന്ന പെൺകുട്ടിയെ മകളായിട്ട് സ്വീകരിക്കുവാൻ, ജന്മം കൊണ്ട് മാത്രമല്ല നമ്മളാരും മാതാപിതാക്കളാകുന്നത് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു കൂദാശയുടെ പേരാണ് വിവാഹം. അമ്മയെ അമ്മയായിട്ട് സ്വീകരിക്കുവാൻ, മകളെ മകളായിട്ട് സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ മാതാപിതാക്കളോട് ഒരു കാര്യം കൂടി പറയുന്നു. ദയവ് ചെയ്ത് ഇത്രയും വർഷം നിങ്ങൾ ഉപദേശിച്ചു, നന്നാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്ന് മുതൽ ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഒരു പരിധി കഴിഞ്ഞ് ഇടപെടരുത്. നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ഇത് ചെയ്യ് എന്ന് പറയാനുള്ള അവകാശം ഇന്ന് ഈ ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങിയാൽ ശില്പയുടെയും മാത്യൂസിന്റെയും മാതാപിതാക്കളോട് പറയുന്നു, ഇവിടെ കൊണ്ട് അവസാനിക്കും. കാരണം നമുക്ക് പൈസ കൊടുക്കാതെ കിട്ടുന്ന ഒരേ ഒരു സാധനം എന്താണ്? ഉപദേശം.
ആവശ്യത്തിൽ കൂടുതൽ കിട്ടും. ഒരു പരിധി കഴിഞ്ഞ് ഇത്രയും വർഷം നിങ്ങൾ ഉപദേശിച്ചു, തല്ലി, നന്നാക്കി, ഇത്രയൊക്കെ നന്നാക്കിയിട്ട് ഇനി നന്നായിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അവിടെ മിശിഹയിൽ പ്രിയ മാതാപിതാക്കളെ, ഇന്നു മുതൽ അവരാരംഭിക്കുകയാണ്. അവരെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറയുക. അവരാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാത്യൂസിനോട് നിങ്ങളോട് രണ്ടുപേരോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങളാണ്. മൂന്നാമത് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കുടുംബ പ്രശ്നമുണ്ടാകുന്നു. അത് അപ്പനായാലും അമ്മയായാലും. ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുവാൻ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കൃപ ഈ ബലിയുടെ യോഗ്യതയാൽ, ഈ കൂദാശയുടെ യോഗ്യതയാൽ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും നാമത്തിൽ ഈ ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ദൈവം കുടുംബജീവിതത്തിലൂടെ ധാരാളം നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.